നിപ്പയുടെ ഭീതി നിലനിൽക്കെ പാലക്കാട് മണ്ണാർക്കാട് പെരിഞ്ചോളത്ത് വവ്വാൽ ചത്തത് പ്രദേശവാസികളിൽ ആശങ്ക പരത്തി. നഗരസഭാ കൗൺസിലർമാരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, ഇതിപ്പോൾ സ്വാഭാവികമായും പലയിടത്തും നിപ്പയുമായി ബന്ധപ്പെട്ട ജാഗ്രതയിലേക്ക് സംസ്ഥാനം മാറുമ്പോൾ ആളുകൾക്ക് ആശങ്കയുണ്ടാകും. ഇപ്പോൾ അവിടെ നിന്ന് ജില്ലാ ഭരണകൂടം നൽകുന്ന വിവരങ്ങൾ എന്താണ്? നിപ്പയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ തന്നെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി 6 വാർഡുകളിലാണ് ഇപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പിന്തുടർച്ചയെന്നോണമാണ് ഇന്നിപ്പോൾ മണ്ണാർക്കാട് പെരിഞ്ചോളത്ത് ഒരു വവ്വാലിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വൈദ്യുതി ലൈനിൻ്റെ താഴെയായിരുന്നു ഈ വവ്വാൽ ചത്ത് കിടന്നിരുന്നത്. അപ്പോൾ ഈ നഗരസഭാ അധികൃതരും ആരോഗ്യ പ്രവർത്തകരും എല്ലാം അവിടെ എത്തി ഈ വവ്വാലിൻ്റെ സാമ്പിളുകളെല്ലാം ശേഖരിച്ച് ഇതിൻ്റെ വിദഗ്ധമായിട്ടുള്ള പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ പ്രാഥമികമായി ആ സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത്തരത്തിൽ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് ചത്തതാകാനാണ് സാധ്യത എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ആളുകളുടെ ഇടയിൽ ഇത്തരമൊരു ആശങ്കയും പരിഭ്രാന്തിയും എല്ലാം ഉള്ളപ്പോൾ അതിലൊരു സംശയം ഇല്ലാത്ത വിധം അത് പരിഹരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ ഇത് റിസൾട്ട് വന്ന ശേഷം മാത്രമാകും അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ അറിയുക. ഏതായാലും ആളുകൾക്ക് ഒരു ഭയമുണ്ട്. ആ ഭയം നീക്കുന്നതിന് വേണ്ടി നഗരസഭാ അധികൃതരും ആരോഗ്യ പ്രവർത്തകരും സ്ഥലത്ത് ഈ വിവരം അറിയിച്ചപ്പോൾ തന്നെ പ്രദേശവാസികളാണ് ഇത് കണ്ടെത്തിയത്. ഉടനെ തന്നെ അവർ നഗരസഭയിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഉടനെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ആ സ്ഥലത്തോട്ട് എത്തുകയും ഇതിനു വേണ്ട നടപടിക്രമങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ശരി വിഷ്ണു. ബയോഹാസാർഡ് മെറ്റീരിയൽസിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ അയക്കുമ്പോൾ ലാബിലേക്ക് അയക്കുന്നത് ഇവിടുന്ന് ഇപ്പോൾ ഡയറക്റ്റ് VPC നല്ലത് ഹാൻഡിൽ ചെയ്യുക. ഞങ്ങളുടെ റീജിയണൽ ലാബ്, അതായത് 3 ജില്ലകളുടെ റീജിയണൽ ലാബ് പാലക്കാടാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ അവരാണ് ഇത് പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ അത് പ്രോസസ്സിങ് സെൻഡിങ് എല്ലാം അവരാണ് ചെയ്യുക. മിക്കവാറും അത് സിയാദ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ ഡിസീസസ് എന്ന് പറയുന്ന പാലോടുള്ള സ്ഥാപനത്തിലേക്കാണ് പോകാൻ സാധ്യത.